നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ഫൂഫു. പേരിട്ടായിരുന്നു കേട്ടെന്താ നമ്മുടെ ആഫ്രിക്കക്കാരുടെ ഒരു അപ്പൂപ്പനായിട്ട് സംഭവം വരും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫൂഫു ആണ്. അപ്പൊ നമ്മുടെ ഈ പുതിയ ചാനലിന്റെ പേരാണ് കുക്കിംഗ് വിത്ത് സിസ്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുക്കളയിൽ വെച്ചാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ ഇതിങ്ങനെ മുറിക്കാൻ പോവാണ്. കപ്പ ഇതിന് വേണ്ടത് 2 കപ്പയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം താത്തയാണ് മുറിക്കുന്നത്, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ കുക്കിംഗ് വിത്ത് സിസ് എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ 2 കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കപ്പ മുറിച്ചിട്ട് കാണാം. സ്റ്റാർട്ട്. അതെ, നമ്മൾ എല്ലാം കപ്പയും അരിഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ നമ്മളിതൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ദിവസം കുരുക്കുരാന്നാക്കാനാണ്. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ ഒരു മിക്സി ജാറിട്ട് മറ്റേ ജ്യൂസ് അടിക്കുന്ന മിക്സിയിൽ എടുക്കണം. ഇതുപോലത്തെ ഒരു മിക്സി ജാറ്, അതിലേക്ക് ഈ കാണുന്ന നമ്മൾ ഈ കുനുകുനാന്ന് അരിയുന്ന കപ്പയൊക്കെ ഇതിലേക്ക് ഇടാം. പിന്നെ വലിയ ഡിസൈനിലൊന്നും കപ്പ ഇടണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ കുനുകുന എന്ന് പറഞ്ഞിങ്ങനെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. നമ്മളിതാ ഇതിലേക്ക് കപ്പ ഇടാൻ പോകണം. നമ്മളിവിടെ 2 കപ്പയും അരിഞ്ഞിടണ്ടേ, ആവശ്യമില്ല അത്ര ക്വാണ്ടിറ്റിയിൽ. ദേ നമ്മൾ മുഴുവനും ഇട്ടിട്ടുണ്ട് കേട്ടോ ജാറിലേക്ക്. അപ്പോൾ നമ്മളിത് ഫുൾ ഈ ഒരു ജാറിന് ആവശ്യമുണ്ട്. നമ്മളിത് അടിക്കാൻ പോകണം. അപ്പം അടിക്കുന്ന മുമ്പ് നമ്മളിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇടണം. ഉപ്പ് ഒരു സ്വല്പം ഇട്ടാൽ മതിയേ, ഇച്ചിരി ഉപ്പിട്ടാൽ മതി. അത് തന്നെ ധാരാളമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം. ഓക്കെ, നമ്മളിതാ അരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പരുവത്തിലാവണം. ലൈക്ക് ദിസ്. ഈ ഒരു കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ഇതിലുള്ളതും കൂടി ബാക്കി ഇടാക്കുക. കാരണം നമ്മൾ 2 എടുത്തുണ്ടല്ലോ, അപ്പം നമുക്ക് ഫുള്ളും വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിത് നല്ലോണം ഇളക്കുന്നുണ്ട്. ചെറുതായൊന്ന് അടി പിടിച്ചത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു പാത്രം എടുത്ത് കയ്യിലെടുത്ത് വന്നപ്പോഴേക്കും ചെറുതായൊന്ന് വൈകിയതാണ് കേട്ടോ. ഇനി നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാൻ ചെറിയൊരു പാടൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കൺസിസ്റ്റൻസി വരെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇച്ചിരി പാട് ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ്. അതെ, നമ്മൾ ഇത് മിക്സ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി വരെ നിർത്താതെ മിക്സ് ആക്കണം. സിമ്മിലിട്ടിട്ട് വേണം മിക്സ് ആക്കാൻ. എന്താ കണ്ടോ, ഇങ്ങനത്തെ ഒരു പശ പോലെ വരണം വരെ ഇങ്ങനെ മിക്സ് ആക്കാം. ഇതിനേക്കാൾ നന്നായിട്ട് വരണം. നല്ല കട്ടിയിൽ ബലത്തിൽ വേണം മിക്സ് ആക്കാൻ കേട്ടോ. അതുപോലെ ബലമുള്ള ആരെങ്കിലൊക്കെ വിൽക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് എപ്പോഴും ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് അടി പിടിക്കുവേ. പാനിങ് വിട്ടോണം വരുമ്പോൾ ഇത് ഫുൾ വിട്ട് വരണം, പരുവാവണം വരെ നമ്മൾ ഇളക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം ഇതേ നമ്മൾ സംഭവം ഇവിടെ ആയിട്ടുണ്ടതേ. നല്ല അടിപൊളി സ്മെല്ല്. ഇതേ നമ്മുടെ നല്ല ഭംഗിയുണ്ട്. അതാണ്ട് നമ്മുടെ ചീസിനൊക്കെ കൂട്ടിയിരിപ്പുണ്ട് അല്ലേ. അടിപൊളി, നന്നായിട്ട് മറ്റേ ഒരു കപ്പേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. നല്ല അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഐറ്റം ഇവിടെ ഇട്ട് ഉണ്ട്. വാവ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ അലിയ സൂപ്പറായിട്ടുണ്ട്. വശമല്ല. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ ഒപ്പം നല്ല കോമ്പായിട്ട് നമ്മൾ ചിക്കൻ കറിയാണ് ഒഴിക്കണേ. എൻ്റെ പൊന്ന് സാറേ, അയ്യോ ചാറ് വെച്ചത്. ചാറ് നല്ലോണം. ചാറ് നമുക്ക് ആവശ്യമുള്ളത് പോലെ ചാറില്ലാതൊരു വഴിയില്ല. എൻ്റെ അലിയ സ്വർഗം. ഗൈസ് നമ്മുടെ കുൻഫു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പറഞ്ഞ നമുക്കിത് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. സ്വർഗം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിക്കൻ കറി കൂട്ടി കഴിച്ചതിൻ്റെ പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്തൊരു വീഡിയോ വരെ സ്റ്റേ ട്യൂൺഡ്.